താങ്കൾ ആർജവമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണല്ലോ. ഇന്ന് താങ്കൾക്ക് പറയാമോ ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? അദ്ദേഹം ബാർക്കോഴയിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതിവർക്ക് പഴയ കഥകളിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതാ. ഈ പറയുന്ന UDF കാലത്ത് നടത്തിയിട്ടുള്ള കോഴയുമായി ബന്ധപ്പെട്ട് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായി അറിയാലോ. KM മാണി അഴിമതിക്കാരനായിരുന്നു, അത് സമ്മതിച്ചാൽ മതി. ഞാൻ പറയട്ടെ, താങ്കൾ സമ്മതിച്ചാൽ മതി. അബിൻ അതിലൊരു ഒറ്റവരി ആൻസറിനാണെങ്കിലേക്ക് വന്നത്. അങ്ങേക്ക് അത് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അബിൻ പൂർത്തിയാക്കി എനിക്ക് ശംഖുവിലേക്ക് പോകണം. അങ്ങയുടെ ഇവിടുത്തെ അങ്ങേക്ക് ഇതിന് മറുപടി. അതെ, താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ താങ്കളുടെ അവസരത്തിൽ പറയാം. ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഈ UDF കാലത്ത് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിന്റെ കഥ മുഴുവൻ അഭിനന്ദർക്ക് പറയണം. അങ്ങനെയാണ് KM മാണി അഴിമതിക്കാരനായിരുന്നു. KM മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ? നിങ്ങളുടെ നിലപാടെന്താണ്? തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. UDF ഭരണകാലത്ത് ബാറുമായി അപ്പൊ ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നു എന്ന് ഉറപ്പിച്ചോട്ടെ. അതൊന്നും കേട്ട് നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. അതല്ലേ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരുന്നത്. ഉറപ്പിച്ചോട്ടെ ശ്രീ KM മാണി അഴിമതിക്കാരനായിരുന്നു. 23 ലക്ഷം 30 ലക്ഷം ആക്കുന്നുള്ളത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?